ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാവുന്നത് തന്നെയുള്ള ബാച്ചിലേഴ്സിനും ഒക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു ചെറിയ കഷ്ണങ്ങളായിരിക്കും നല്ലത്. ഇതിലിപ്പോൾ മീഡിയം കഷ്ണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, അതിപ്പോൾ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയൊക്കെ ഉപയോഗിക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതുള്ളൂ. ഇനിയൊരു പകുതി നാരങ്ങയുടെ നീരാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂണൊക്കെ അളവിൽ കേട്ടോ. അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ ആ ഒരു മസാലയൊക്കെ പിടിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു മസാലയൊക്കെ തയ്യാറാക്കണ ആ ഒരു സമയം ആകുമ്പോഴേക്കും ഉണ്ടാ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടും ഈ സെയിം റെസിപ്പി ചെയ്തെടുക്കാവുന്നതുള്ളൂ. എല്ലോട് കൂടിയ കഷ്ണങ്ങളാകുമ്പോൾ ഒന്നും കൂടി ഫ്ലേവറൊക്കെ കൂടുതലായിരിക്കും. പിന്നെ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടാനും ഒക്കെ നന്നായിട്ട് തന്നെ വരും കേട്ടോ. ഇനി ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണമെങ്കിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതുള്ളൂ. ഇനി ഒരു കടായിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2 മീഡിയം സൈസിലുള്ള സവോള, അതായത് നല്ല ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്കുള്ളതും ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് വഴന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 തക്കാളിയാണ് കേട്ടോ. 2 നല്ല പഴുത്ത വലിയ തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കണത്. അതൊന്ന് ഇതുപോലെ നീളത്തിലൊന്ന് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ആ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോഴേക്കും സവാളയും ബാക്കി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ വഴന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും സെപ്പറേറ്റ് അങ്ങോട്ട് ചതച്ചെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ സമയവും നമുക്ക് ഒരുപാട് ലാഭിക്കാനും പറ്റും. ഇനി ഇതിലേക്കൊരു 12ഓളം കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് റെഡിയായിട്ട് തന്നെ വരട്ടെ. അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ വെച്ചാൽ മതിയാവും കേട്ടോ. എല്ലാം കൂടെ റെഡിയായിട്ട് തന്നെ വഴന്ന് വന്നോളും. നന്നായിട്ട് വഴന്ന് വരണം, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലിയാണ്. ഇതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. 2 ടേബിൾ സ്പൂൺ മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി. മുഴുവനോട് കൂടിയുള്ള മല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയാണെങ്കിലും ചേർക്കാം. അത് വഴന്നതിന് ശേഷം മാത്രം മല്ലിപ്പൊടിയാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് മുഴുവനോട് കൂടിയ മുളക്, ഉണക്കമുളക് അല്ലെങ്കിൽ കാശ്മീരി മുളകൊക്കെ ചേർക്കുക. ഇതിപ്പോൾ ബേഡ്ഗി ചില്ലിയാണ്. അപ്പോൾ എരിവും ഉണ്ടാവും കളറും ഉണ്ടാവും. ഒരു 8 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. ഞാനൊരു 8 ബേഡ്ഗി ചില്ലിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പൈസി ആയിരിക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിവിടെ ഇരുന്ന് റെഡി ആയിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെയാണ് ഇത്. ചോറിൻ്റെ കൂടിയാണെങ്കിലും നമുക്ക് കഴിക്കാം. എന്തിൻ്റെ കൂടി മാച്ചായിട്ട് പോകുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊന്നും ചേർത്തിട്ടില്ല. കണ്ടോ, ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അരഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നല്ല ഫൈനായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഇനി ആ സെയിം കടായിലേക്ക് തന്നെയാണ് ഈ ഒരു അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയൊന്നും വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇത് ഈ ഒരു ചിക്കൻ കറി നിങ്ങൾക്ക് ഏതെണ്ണ ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 7 മിനിറ്റോളം സമയമാണ് ഞാനിതൊന്ന് അടച്ച് വെച്ചത്. ഇത് ഓൾറെഡി വഴന്ന് വന്നതിനെയാണ്, പക്ഷേ ഒന്നും കൂടി മസാലയൊന്നും റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്ത് എടുത്തത്. ഒന്ന് എണ്ണ തെളിഞ്ഞൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇനി
ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മസാല കാര്യങ്ങളെല്ലാം ചിക്കനിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടായിട്ട് വരണം. അത്രേ തന്നെ മതി. കണ്ടില്ലേ, ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഉപ്പും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം പുറത്തോട്ട് വരും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് തീ കുറച്ച് വെച്ച് തന്നെയാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കണത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യത്തിനൊന്ന് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോഴും നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചിക്കന് ഒരു പകുതിയോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത്. കണ്ടില്ല, അപ്പോൾ ചെറിയ കഷ്ണങ്ങളും ബോൺലെസ് പീസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയിട്ട് വരും. പിന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ നല്ല ടെൻഡർ ആണെങ്കിൽ പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ റെഡിമെയ്ഡ് ഗരം മസാലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആണെങ്കിൽ ഇത്രയ്ക്ക് ചേർക്കണ്ട കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാലയൊക്കെ അവസാന സ്റ്റേജിൽ ചേർക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഗ്രേവി വേണമല്ലോ, എനിക്കിതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു ഗ്രേവി കാര്യങ്ങളോടുകൂടി തന്നെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു റോസ്റ്റ് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം കൂട്ടിയോ കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർക്കാവുന്നതുള്ളൂ. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് തന്നെ മാറും. കാഷ്നറ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവി തന്നെയാണ് കേട്ടോ. കാഷ്നറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് നന്നായിട്ട് വരുന്നു മാത്രം കേട്ടോ. റിച്ച് ഗ്രേവി ആയിട്ട് തന്നെ മാറും. ഇനി അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ബാക്കിയും കൂടെ ഒന്ന് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി റെഡി ആയിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുറുകി ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കസൂരി മേത്തി അല്ലെങ്കിൽ ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറോട് കൂടി ഇട്ട് തന്നെ വരും. നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്ലേവർ നന്നായിട്ട് തന്നെ വരും. ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ കൂടിയാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ബാച്ചിലേഴ്സിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് സമയം സവാള വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ സമയം കുറേ ലാഭിക്കാൻ പറ്റും. അതുപോലെ കുറേ സവാളയൊന്നും കട്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യവും ഇല്ല. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഗ്രേവിയോട് കൂടിയും തയ്യാറാക്കിയെടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ കറി ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടമാവും. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണ്. കണ്ടില്ലേ, അതിൻ്റെ ഒരു ഗ്രേവിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം തന്നെയായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പം, അപ്പം, പത്തിരി, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.